ഹലോ എവ്രിവൺ, എല്ലാവർക്കും ട്രാവൽ വിത്ത് ശ്രുതയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിലേക്ക് പോവാണ്. നമ്മള് പാർക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ വാൻഡിൽ പാർക്ക് എന്നാണ്. ആ പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളും പിന്നെ ബേർഡ്സ്, നല്ല രസമുള്ള ബേർഡ്സ് ഉണ്ട് അവിടെ. പിന്നെ ഒരു പോണ്ട് ഉണ്ട്. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം പോയിട്ടുണ്ട്, കാരണം കുറച്ചൊക്കെ നമുക്ക് ആ പാർക്കിനെ പറ്റി അറിയാം. അപ്പോ എന്തായാലും നമുക്ക് കാണാം ഇനി അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന്. സോ ലെറ്റ്സ് സീ. നല്ല വെയിലുണ്ട് ഇന്ന്, പോയി നോക്കാം ആയോ അത്. ഇന്ന് നല്ല ബ്രൈറ്റ് ഡേ ആണ്, നല്ല ബ്രൈറ്റ് ഡേ. അപ്പോൾ ഇന്ന് പാർക്കിലേക്ക് കറങ്ങാൻ വേണ്ടി പറ്റിയ കാലാവസ്ഥയാണ്. ഇപ്പൊ നല്ല ഗ്രീൻ ആയിരിക്കുന്നുണ്ട് പാർക്കൊക്കെ, കണ്ടറിയാം. ഞാനൊരു പോണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർക്കിന്റെ ഉള്ളിൽ ഒരു പോണ്ട് ഉണ്ടെന്ന്. അപ്പോൾ ആ പോണ്ടാണ് ഞാൻ പറഞ്ഞത്. പോണ്ട് പല സ്ഥലത്തുമായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്, പക്ഷെ മെയിൻ എൻട്രൻസിന്റെ അടുത്ത് ഇതാണ്, ഈ പോണ്ടാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെ പോപ്കോൺ കരുതിണ്ടായിരുന്നു. കഴിക്കില്ല കേട്ടോ, പോപ്കോൺ കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കിളികളാണ് പോപ്കോൺ കഴിച്ചു പറഞ്ഞത്. ഇവിടുന്ന് കഴിക്കണില്ല, ചിലത് വയർ ഫുള്ളായിട്ടായിരിക്കും, ലഞ്ച് കഴിഞ്ഞിരിക്കും. നമ്മളുടെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള വെളുത്ത കിളി കടിന്ന് പറഞ്ഞിട്ട് എന്ത് ഭംഗി, പഞ്ഞി വെച്ച പോലെ കോട്ടൺ പോലെ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി സ്വിം ചെയ്യുന്ന സ്റ്റൈൽ നോക്ക്. അതിന്റെ എന്താ പറയാ, വിങ്സ് ഇല്ലേ, ഫെദർ, അത് മുകളിൽ വെച്ചിട്ടാണ് അത് സ്വിം ചെയ്യണത്. അത് നനഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യല്ലേ. ഇവിടെ നോക്കൂ എന്ത് ഭംഗിയായി മരത്തിന്റെ ലീഫ് കാണാൻ. മീൻസ് റെഡും യെല്ലോ ഗ്രീൻ എല്ലാം മിക്സ് ആയ ഒരു ലീഫാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീഫൊക്കെ വെക്കില്ലേ, അതുപോലെ ശരിക്കും തൊടുമ്പോഴും അതുപോലെ തോന്നണം. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ ആ പോണ്ടിന് പല പാട്ടുണ്ടെന്ന്, അതിലത്തെ ഒരു പാട്ട് ഇത്. ഇവിടെയും കുറെ കിളികളെ കാണാം. ആടക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഈ പോണ്ടിന് നടുവിൽ കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു വീടുകൾ ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഡക്കിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കാം. അവർ ചിലപ്പോൾ അതിൽ പോയിട്ട് അതിന്റെ ഫുഡൊക്കെ ഇടണ്ടാവും, മേ ബി. ഇവിടെ ഒന്നുണ്ടല്ലേ, ഇവിടെ ഒന്നുണ്ട്. അത് കടിക്കാൻ വരും. എനിക്ക് പേടിയാ. ദുധനെ നോക്കിയാൽ മതി, ഇങ്ങോട്ട്
നീ കൊടുക്കണത് ഞാൻ ഒരു മിനിറ്റ്. ഞാൻ ശരിക്കും നാട്ടിൽ ഇത് കണ്ടിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും അതിന് ഹാങ് ചെയ്യുന്ന സാധനം ഇതുണ്ടല്ലോ, അപ്പോ അത് കണ്ട എന്താ പറയാ, ശരിക്കും കുഞ്ഞു കുഞ്ഞു പൂവുകൾ അറ്റാച്ച് ചെയ്യ പോലെ ഉണ്ട്. അല്ലേ പൂവുകളുടെ നടുവിലൊക്കെ ഡക്ക് ഇങ്ങനെ നല്ല രസമുണ്ട്. ഡക്കിനൊക്കെ സ്വിം ചെയ്ത് കയറുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ കുഞ്ഞൊരു പൂ സെക്ഷൻ ഉണ്ട് കേട്ടോ, നമ്മളുടെ മാരിഗോൾഡ് ഉണ്ടല്ലോ അത്. ഡാർക്ക് ഷെയ്ഡും ഉണ്ട്, ഫെയിന്റ് ഷെയ്ഡും ഉണ്ട്, യെല്ലോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഈ ശരിക്കും ഈ കൊട്ടകളില് മാർക്കറ്റിന് നടുവിലൊക്കെ പോകുമ്പോ കൊട്ടകള് പൂ വെച്ചിട്ടുണ്ട് കാണാം, ആ പൂവാണ് ഇത്. Birds on and around the pond. നമ്മള് കണ്ട വെളുത്ത ഡക്കില് അതാണിത്. ശരിക്കും ഈ വാൻഡൽ പോണ്ടിന്റെ ക്ലോസിംഗ് ടൈമാണ് തന്നിക്കണേ. ശരിക്കും ഇത് ടൈം എങ്ങനെയാ അവർ ഡിസൈഡ് ചെയ്യണ വെച്ചെങ്കിൽ വെതർ അനുസരിച്ചാണ്. ഒരു സമ്മർ ക്ലൈമറ്റ് ആണെങ്കിൽ അവർ കുറച്ച് വൈകിട്ട് ക്ലോസ് ചെയ്യുള്ളൂ. വിന്റർ ആണെങ്കിൽ വേഗം ക്ലോസ് ചെയ്യണം. നിങ്ങൾ കണ്ടറിയാം. സി ഒക്ടോബർ നവംബർ ഡിസംബർ ആണെങ്കിൽ നവംബർ ഡിസംബർ അവർ 4:30 PM ക്ലോസ് ചെയ്യാണ്, അപ്പോൾ ഏർലി ക്ലോസ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ 8:30 9:30, ബിക്കോസ് ഇവിടെ സൺസെറ്റ് വൈകിട്ടാവുള്ളൂ സമ്മർ ടൈമിൽ. സോ അങ്ങനെയാണ് ഇവിടെ മിക്ക പാർക്കുകളും. ഇവിടെ അവർ തന്നെ ലൈഫ് അറൗണ്ട് പോണ്ട് മീൻസ് എന്തൊക്കെ പക്ഷികളായാലും എന്താ ഇൻസെക്ട്സ് ആയാലും എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ. ഫോക്സ് ഉണ്ട്, അർബൻ ഫോക്സ് ഉണ്ട്. They'll be famous dogs. നോക്കൂ, എന്തോ ഒരു കായ ഉണ്ട് ഇവിടെ, രുദ്രാക്ഷി പോലെ ഉണ്ട്. നമ്മള് ശരിക്കും എന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ ശരിക്കും അതിന്റെ ഒക്കെ ഒരു ഇത് ശരിക്കും നമ്മളെ രുദ്രാക്ഷി പോലെ ഉണ്ട്. പാർക്കിൽ കുഞ്ഞു ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ ദൂതു എന്തായാലും അവിടേക്ക് ഓടിപ്പോയി നോക്കുകയാണ്. മുമ്പ് ഞങ്ങൾ അവനെ കാണിച്ചില്ല, എന്താ വെച്ചിങ്ങ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അവനെ അത് കാണിച്ചത്. സോ മച്ച് ഹാപ്പി.